ഇത് 1 മിനിറ്റ് തന്നെ ചെയ്താൽ മതി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് 40,000 സ്ട്രോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ നിങ്ങളുടെ ഈ ഒരു ബ്രിസിൽസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഒരു പല്ലിന്റെ ഷേപ്പിനനുസരിച്ചാണ് ഇതിന്റെ ബ്രിസിൽസ്. കണ്ടോ, ആ ഒരു കേവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട് പല്ല് വെളുക്കാൻ എന്താണ് ചെയ്യാന്ന്. അപ്പൊ എന്റെ പല്ലുകൾ കാണുമ്പോൾ ഞാൻ പിന്നെ ചിരിക്കലൊക്കെ ഫുള്ളായിട്ട് 32 പല്ലും കാണിച്ചിട്ടാണ് ചിരിക്കുക. ഇങ്ങനെ ചിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും പല്ലുകൾക്കുള്ള ടിപ്സുകൾ പറഞ്ഞുതരാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് പല്ല് വൈറ്റൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സാധനമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് എഗാറോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇത് അത്യാവശ്യം കുറച്ച് നാളെ യൂസ് ചെയ്യുന്നത്. സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഞാനിത് ആദ്യം തന്നെ വാങ്ങിച്ചു. ഇനി കിഡ്സിനും അവർക്ക് പല്ല് തേക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് കുട്ടികൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നു. കുട്ടികൾക്ക് ഞാൻ നോക്കിയപ്പോൾ വേറെ ഉണ്ട്. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ പ്രത്യേകതകള് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഉള്ളിലത്തെ കാണിച്ചു കേട്ടോ. നമുക്ക് ഒരു പ്രീമിയം പാക്കിംഗ് ഒക്കെയാണ് വരുന്നത്. ഞാൻ ഇന്ന് രാവിലെ കൂടി ബ്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാ കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇതുപോലെ നമുക്കൊരു ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ പേഴ്സിൽ ഇപ്പൊ എങ്ങടെയെങ്കിലും പോവാണ്, അല്ലെങ്കിൽ നമ്മള് ജസ്റ്റ് ഇപ്പൊ ഞാനൊക്കെ ആണെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ സംഭവം വരുന്നത് കേട്ടോ. നമുക്ക് ബ്രഷിന്റെ ഒരു ഇതുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെയാണ്. ഭയങ്കര സുഖമാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഫിക്സ് ചെയ്യാനും അതൊന്നും മാനുവൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഇത്രയും സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഞാനിത് ഇവിടെ തന്നെയാണ് വെക്കാറ്. ഇതിന്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് പിന്നെ വെള്ളം നനഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ, വാട്ടർ പ്രൂഫ് ആണ്. ഇനിയാണ് ഇതിന്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. ഇതിന്റെ പിന്നെ നമുക്ക് കുറെ ബ്രഷുകൾ ഇതിന്റെ ഒപ്പം തന്നെ കിട്ടും കേട്ടോ. നമുക്കൊരു 4 ബ്രഷ് എക്സ്ട്രാ കിട്ടും. അപ്പൊ നമുക്ക് ഇത് കേടാവും തോറും ഇതിപ്പോ കുറച്ച് നാളായിട്ട് കേടായിട്ടൊന്നുമില്ല. അത്രയും നമ്മളിങ്ങനെ സാധാരണ തേക്കണ പോലൊന്നും പെട്ടെന്ന് കേടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര നാളായിട്ട് ഒരു കുഴപ്പമില്ല കണ്ടോ, സൂപ്പറാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രഷ് വരുന്നത്. ഇനി നമുക്ക് കേബിൾ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. എന്നാലും നമ്മൾ രാവിലെ രാത്രിയൊക്കെ ആക്കുമ്പോൾ അത്രയധികം ഒന്നുമില്ല. പിന്നെ ചില ദിവസങ്ങളിൽ ടൈമുള്ള ദിവസങ്ങളിലാണ് എടുത്തിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഒരു സാറ്റർഡേ സൺഡേ അങ്ങനെയൊക്കെയാണ് ഞാനിത് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിലത്തെ കുറെ മോഡ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വൈറ്റ് ഉണ്ട്, ക്ലീൻ, സെൻസിറ്റീവ്, പോളിഷും, മസാജ്. അപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞാൻ വൈറ്റ് ചെയ്യാറ്. ബാക്കി സാധാരണ ദിവസങ്ങളിൽ ഞാൻ ക്ലീൻ ആ ഒരു മൂഡ് ഇട്ടിട്ടാണ് ചെയ്യാറ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടു. ഞാൻ ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി വേണമെങ്കിൽ എടുക്കാൻ തോന്നുന്നു. അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ പ്രത്യേകം പിന്നെ പറയാനുള്ളത്, കുറെ പേർക്ക് നോക്കണം ഇത് നനച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ. നനച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ, പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇനി മെയിൻ ആയിട്ട് ഇതിന്റെ സംഭവങ്ങൾ നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് ഹാൻഡിൽ വരുന്നുണ്ട്, 5 റീപ്ലേസ്മെന്റ് ഹെഡ്സ്. ഈ ഒരു സാധനം നമുക്ക് 5 എണ്ണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരെണ്ണുള്ളത് എന്താ വെച്ചാല് ഞാനിപ്പോ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ആഴ്ചയിലൊക്കെ ഒരു ദിവസമൊക്കെ ഞാൻ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഇത് ചെയ്യാറ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാല് എന്താ പറയുക, ഇന്റർഡെന്റൽ ഹെഡ് എന്നാണ് ഇതിനെ പറയാ കേട്ടോ. അതിന്റെ പേരൊന്നും നമുക്ക് ഓർമ്മ കിട്ടില്ലല്ലോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രഷ് മാറ്റിയിട്ട് നമ്മൾ ഇത് ഇടണം. നമ്മുടെ പല്ലിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ അഴുക്കൊക്കെ ഇരിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ തിന്നുമ്പോൾ അങ്ങനെ ഇടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇത് ഇടേണ്ടത്. ഇത് ഡെയിലി ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനും ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും ഇടയിലൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു വൈറ്റനിങ്ങും പിന്നെ ഈ ഒരു ഇടയിലൊക്കെ എന്തെങ്കിലും അഴുക്കോ അങ്ങനെ കറിയൊക്കെ എങ്ങനെയെങ്കിലും സാധാരണ ബ്രഷ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡ് കേട്ടോ. കണ്ടോ, നൈസായിട്ട് കണ്ടോ, ഒരു തുമ്പ് ഇങ്ങനെ പൂർത്തി നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത് കേട്ടോ. അപ്പൊ അതും നല്ലതാണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ചാർജർ ഉണ്ട്, ഒരു ട്രാവൽ കേസ് ഉണ്ട് കണ്ടോ. ഇതാണ് ട്രാവൽ കേസ്. ഇത് അടിപൊളി ക്വാളിറ്റി, സൂപ്പറാണ്. നമ്മുടെ ഒരു സ്പെക്സിന്റെ ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലത്തെയാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ, വാറണ്ടി കാർഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. ഇനി അത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോ ക്ലീനിങ് മോഡിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ഏത് മോഡിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് വെച്ചാൽ ആ ഒരു മോഡാണ് നമുക്ക് കാണിക്കുക കേട്ടോ. കണ്ടോ, ബ്രിസിൽസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ തരി നമുക്ക് ആദ്യം ഞാനിത് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് പിറ്റേ ദിവസമൊക്കെ നോക്കുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ക്വിക്ലി ആവേ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ കണ്ടോ, സൂപ്പറാണ്. ഇതിന്റെ മൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കേട്ടോ, മോഡ് ചേഞ്ച് ആവണത്
നമുക്ക് അടിയിൽ ഇതിപ്പോൾ പോളിഷ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോളിഷ് ചെയ്യും. ഇനി മസാജിങ് വേണമെങ്കിൽ ജസ്റ്റ് അടിയിലേക്ക് കൊടുത്താൽ മതി. അപ്പം നമുക്ക് മസാജിങ് ആയിരിക്കും കേട്ടോ. ഇവിടെയാണ് നമുക്ക് ചാർജിങ് പോയിന്റ് ഉള്ളത്. നമുക്ക് പിന്നെ മെയിനായിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു 30 സെക്കൻഡ്സ് ഇപ്പം നമ്മളിങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കാൻ നിൽക്കാം. അപ്പോൾ 30 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവും. അപ്പം നമുക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ ഉറക്കത്തിലാണ് ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഓൾറെഡി അങ്ങനെയാണല്ലോ, നമ്മൾ ഉറക്കത്തിൽ കഴിഞ്ഞിട്ടാണല്ലോ ബ്രഷ് ചെയ്യാൻ സാധാരണ. അപ്പം അങ്ങനെ ആകുമ്പോൾ 30 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സാധാരണ ഞാൻ ഈ ഒരു ക്ലീൻ ആണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ആക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് ആക്കുക. അങ്ങനെ നമുക്ക് ഉറക്കത്തിലായാലും ബ്രഷ് ചെയ്യാം കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ കുറേ പേര് ഉറക്കത്തിൽ ബ്രഷ് ചെയ്യുന്നവരുണ്ടാവും, അവർക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇതൊരു 2 മിനിറ്റ്സ് മാത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ആവും. നമുക്ക് മാക്സിമം ആണ് 2 മിനിറ്റ്സ്. ഞാൻ ചിലപ്പോൾ 2 മിനിറ്റ്സ് ഒന്നും എടുക്കാറില്ല. വേഗം തന്നെ ബ്രഷ് ചെയ്ത് ഒരു 1 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് ബ്രഷ് ചെയ്തിട്ട് പിന്നെ വെച്ചിട്ട് പോട്ടോ. ഒരു 2 മിനിറ്റ്സ് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടോ. ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റോപ്പായി. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നത് അതുപോലെ നമ്മളിങ്ങനെ ഉരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പുഴു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടപ്പോൾ ഞാനത് ആലോചിച്ചു കേട്ടോ. അപ്പോൾ പിള്ളേർ അന്ന് തൊട്ട് എനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് പാവങ്ങൾ അവർക്കും വേണ്ടി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കും കുറച്ചും കൂടി മടി, ഇപ്പോൾ രാത്രിയിൽ അവർക്ക് ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കേട്ടോ. വീണ്ടും സ്റ്റോപ്പായി കേട്ടോ. 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആവും കേട്ടോ. അപ്പോൾ അത്രയും 2 മിനിറ്റ്സ് ഒക്കെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ 2 മിനിറ്റ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 1 മിനിറ്റ് ഒക്കെ ചെയ്താലും മതിയായിരിക്കും, നോ പ്രോബ്ലം കേട്ടോ. ഞാനൊക്കെ 1 മിനിറ്റ് ആണ് ചെയ്യാൻ കേട്ടോ. പല്ലൊക്കെ നല്ല നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ സാധാരണ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ സമയം ഉള്ള ദിവസങ്ങളിൽ ഞാൻ മെനക്കെട്ട് ഇങ്ങനെ ചെയ്യണ ദിവസങ്ങളിലാണ് എനിക്ക് കുറച്ചും കൂടി ആ ഒരു എന്താ പറയുക നമുക്ക് മൂടുള്ള ദിവസങ്ങളിലാണ് ഞാൻ ഇത് വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല പല്ലൊക്കെ നല്ല ക്ലിയർ ആവും കേട്ടോ. ഇന്ന് ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ പല്ലുകൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒരു മഞ്ഞപ്പ് പോലെ തോന്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുക. സാധാരണ ബ്രഷ് ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സാധാരണ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പല്ല് അത്ര ഒരു ക്ലീൻ അല്ലാത്ത പോലെ തോന്നും കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഹൈലി റെക്കമെൻഡഡ് ആണ്. ഇത് പിന്നെ ഞാൻ ഓഫർ പ്രൈസിനാണ് വാങ്ങിച്ചത്. നമുക്ക് ശരിക്കും 3000 ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഓഫറായിട്ട് 1500 റേറ്റിനൊക്കെ ഉണ്ട്. ഞാനും ആ ഒരു റേറ്റിനാണ്, എപ്പോഴും ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു റേറ്റിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത്രയും അഫോർഡബിൾ ആണ്. പിന്നെ നമുക്ക് 5 ഇതും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പല്ല് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ക്ലീനിങ് പർപ്പസിനൊക്കെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഡെന്റൽ ക്ലിനിക്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പോളിഷ് ചെയ്യണമെങ്കിൽ പോളിഷ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റൻ ചെയ്യണമെങ്കിൽ വൈറ്റൻ ചെയ്യണം, മസാജ് കൊടുക്കണമെങ്കിൽ മസാജ്, എല്ലാം ഓപ്ഷൻ ഉണ്ട്. മസാജൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വൈറ്റും ക്ലീനും ഒക്കെയാണ്. പോളിഷും ഞാനിങ്ങനെ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള, അല്ലാണ്ട് വേറെ അങ്ങനെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറായിട്ട് നല്ല വൈറ്റനായിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്